ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ചവ്വരിയും ചെറുപയറും പരിപ്പും കൂടെ വെച്ചിട്ടുള്ള ഒരു പായസമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാവും. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് ചവ്വരി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു ഇത്. അപ്പോൾ ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ചെറുപയർ പരിപ്പാണ്. ചെറുപയർ പരിപ്പും ഇതുപോലെ തന്നെ അരക്കപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു ഇത്. ഇതും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരക്കപ്പ് വീതമല്ലേ എടുത്തേ, അപ്പോൾ രണ്ടും കൂടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വേകാനെടുക്കുന്ന സമയം മതി കേട്ടോ പായസം റെഡിയാവാനായിട്ട്. അപ്പം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഞാൻ വിസിൽ അടുപ്പിക്കുന്നില്ല, തീ കുറച്ച് വെച്ചിട്ട് വിസിലടിക്കുന്നതിന് മുന്നേ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം എല്ലാം കൂടെ പുറത്തേക്ക് ചാടും, അത് കാരണം ഞാൻ വിസിലടുപ്പിക്കുന്നില്ല. അങ്ങനെ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതുണ്ടോ, അപ്പം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് കുക്കറിനകത്ത് ഇതുപോലെ എന്ത് വേവിക്കാൻ വെച്ചാലും അത് വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് വെച്ചാൽ ആവി അതിനകത്തിരുന്ന് പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും എല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ടാൽ മതി. കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് ബദാമും 2 ടൈപ്പ് കിസ്മിസും കൂടിയാണ് ഇടുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിടാം. ഇനി ഇതൊന്നും കയ്യിലില്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറുക്കാൻ. അതുപോലെ പാലെടുത്ത് അടുത്ത് വെച്ചതിന് ശേഷം വേണം വറുക്കാനായിട്ടിടാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. കരിഞ്ഞു പോണതിന് മുന്നേ പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ പശുമ്പാലാണ് ഒഴിക്കുന്നത്. ഇപ്പം തേങ്ങാപ്പാലാണോ ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പശുമ്പാലായതുകൊണ്ട് പഞ്ചസാരയ്ക്കകത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും ചെറുപയറും പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയാണ് ഈ പായസം. സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെള്ള പായസം കുടിക്കാനല്ല ഇഷ്ടം, ശർക്കര ചേർത്തുണ്ടാക്കുന്ന പായസം അവർക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പം ചെറുപയർ പരിപ്പും ചവ്വരിയും ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ചെറുപയർ പരിപ്പ് നല്ല ഗുണമുള്ള സാധനമാണല്ലോ. ഇപ്പം എന്ത് പാല് ചൂടായിട്ടുണ്ട്, അപ്പം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച ചവ്വരി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും പാല് കൂടുതലാണോ എന്ന്, ഒട്ടുമല്ല കേട്ടോ. ഈ പായസം ഇരിക്കും തോറും കുറുകും. അപ്പം 1/2 ലിറ്ററിൻ്റെ അളവ് കറക്റ്റാണ്. ഇതിനകത്ത് ചെറുപയർ പരിപ്പുള്ളതുകൊണ്ട് നമുക്കിത് തേങ്ങാപ്പാൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഇനി 1 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇടുന്നത്. ഈ ഒരു അളവിലിട്ടാൽ മധുരം അധികം വേണ്ടാത്തവർക്ക് കറക്റ്റാണ്. ഇനി മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ചേർത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി തന്നെ ഒന്ന് തിളപ്പിക്കണേ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ പാട കിട്ടും. ഈ ഒരു പായസം നമുക്ക് ചൂടോടെ അല്ലെങ്കിൽ തണുപ്പിച്ചൊക്കെ കഴിക്കാൻ പറ്റും. തണുപ്പിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അതിന്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകിയിരിക്കുക. അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഞാൻ ഈ ഒരു പായസത്തിലേക്ക് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയും കൂടെ വരും. പായസം നന്നായിട്ട് തിളച്ച് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതിയേ. ആദ്യം ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആകാൻ തോന്നിയുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവേ. ഇതിനകത്ത് ഞാൻ ആദ്യം ചേർത്ത 1 കപ്പ് പഞ്ചസാരയാണ്. അപ്പം മധുരം അധികം വേണ്ടാത്തവർക്ക് അത് കറക്റ്റാണ്. ഇവിടെ കുറച്ചും കൂടെ മധുരം വേണേ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പം പായസത്തിന് വേറൊരു ടേസ്റ്റാണ്. ഇത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചത്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്തോ, ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ചൂടോടുകൂടി വിളമ്പുകയാണെങ്കിൽ ഇതുപോലെ ലൂസായിട്ടിരിക്കും. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഇത് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുണ്ടാക്കി നോക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണേ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. മാക്സിമം ഒരു 10 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്